ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജാസ്മിൻ പാർവതിയോട് പറയും, ഈ സാരി എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് ഇതൊന്നും എടുക്കാൻ വല്ലാത്ത കൊതി തോന്നി. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ഞാനിതെടുത്തു. സൂപ്പർ ഗ്രാൻഡ് ലുക്കായിരുന്നു. പിന്നെ ഈ സാരിയും എടുത്ത് ഗായത്രി ആൻറ്റിയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ വിളക്ക് കൊളുത്താമെന്ന് ഞാൻ കരുതി. അങ്ങനെ ഞാൻ വിളക്ക് കൊളുത്താൻ ഫോട്ടോയ്ക്ക് മുമ്പിൽ ചെന്നു. വിളക്ക് കൊളുത്തി. ഗായത്രി ആൻറ്റിയുടെ ആത്മാവിനെ നിത്യശാന്തി വരാൻ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ വിശാൽ അവിടെ എത്തി. പ്രാർത്ഥിച്ചു നിൽക്കുകയായിരുന്ന ഞാൻ വിശാലിനെ കണ്ടതേയില്ല. വിശാൽ വന്ന് എന്നെ കെട്ടിയൊരു പിടുത്തം. പിന്നെ പാർവതി പറയേണ്ടതാണ്, എനിക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ എനിക്ക് പറ്റിയില്ല. എന്തൊരു കരുത്തായിരുന്നു ആ പിടുത്തത്തിന്. എല്ലാം മറന്ന് വിശാലിന്റെ നെഞ്ചോട് ചേർന്ന് ഞാൻ നിന്നു. അവനും ആ പിടുത്തം വിട്ടില്ല. ആലോചിക്കുമ്പോഴേ ഇപ്പോഴും എന്തോ ഒരു വല്ലാത്ത ഫീല്. പാർവതിയുടെ സാരി എടുത്തു നിന്നത് കൊണ്ടാണ്, പാർവതിയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് അവൻ എന്നെ കെട്ടിപ്പിടിച്ചതെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ ഇതൊന്നുമല്ല. അപ്പോ പാർവതി ചോദിക്കും, ഇതൊക്കെ നീ മനഃപൂർവ്വം ചെയ്തതല്ലേ? വിശാൽ സാറിനെ പാട്ടിലാക്കാൻ വേണ്ടി നീ നടത്തിയ അഭ്യാസം. പക്ഷേ നിന്റെ ഈ പ്രകടനത്തിലൊന്നും എൻ്റെ വിശാൽ സാർ വീഴാൻ പോകുന്നില്ല. വിശാൽ സാർ നീ ഉദ്ദേശിക്കുന്ന ഒരാളല്ല. അപ്പൊ ജാസ്മിൻ പറയും, അത് കുറച്ചു മുമ്പ് ഞാൻ കണ്ടു. കടലിൽ ഉപ്പുണ്ടോ എന്നറിയാനേ കടലിലെ മുഴുവൻ വെള്ളം കുടിച്ചു എത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് വിശാൽ എന്നെ കെട്ടിപ്പിടിച്ചു, നാളെ അവൻ എന്റെ കഴുത്തിൽ താലി കെട്ടും. നിനക്കത് കാണാം. അപ്പൊ പാർവതി പറയും, നീ വിചാരിച്ചാൽ പിടിച്ചു കുലുക്കാൻ പറ്റുന്ന മനസ്സൊന്നുമല്ല എൻ്റെ വിശാൽ സാറിൻ്റെത്. ആ മനസ്സ് പരിശുദ്ധമാണ്, പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രനെ പോലെ പരിശുദ്ധം. അതുകൊണ്ട് നിന്റെ ഈ വിദ്യയൊക്കെ നിന്റെ കയ്യിൽ തന്നെ വെച്ചാൽ മതി. അപ്പൊ ജാസ്മിൻ പറയും, നമുക്ക് നോക്കാം വിശാല് ശ്രീരാമചന്ദ്രനാണോ അതോ കൃഷ്ണനാണോ എന്നും പറഞ്ഞ് ജാസ്മിൻ അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം പ്രഭാതി പോയിട്ട് പ്രതാപനോട് പറയും, ഈ ഡിജിറ്റൽ യുഗത്തിൽ ഗാർഗിയും പാർവതിയും ഒരു ഫിലിം നെഗറ്റീവിനെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവില്ലേ? അത് എൻ്റെ കല്യാണത്തിനെടുത്ത ഫോട്ടോസിൻ്റെ നെഗറ്റീവ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ പ്രതാപൻ ചോദിക്കും, അതെന്താ ചേച്ചിക്ക് അങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം? അപ്പോൾ പ്രഭാവതി പറയും, പാർവതിയുടെ സംസാരത്തിൽ അവൾ മാജിക് ബോക്സിനെ കുറിച്ച് പറഞ്ഞു എന്നൊരു സംശയം. ശരിക്കും ഞാൻ കേട്ടില്ല. ഇനി മാജിക് ബോക്സിൽ നിന്നാണ് അവൾക്കത് കിട്ടിയതെങ്കിൽ മിക്കവാറും അതെൻ്റെ വിവാഹ ഫോട്ടോയുടെ നെഗറ്റീവ് ആകാനാണ് സാധ്യത. കാരണം ആ മാജിക് ബോക്സിൽ ഗായത്രി ദേവി എന്നെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നല്ലേ വെപ്പ്. അങ്ങനെയെങ്കിൽ അവൾ എൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട രേഖകൾ അതിൽ ഒളിപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്രതാപൻ ചോദിക്കും, ആ നെഗറ്റീവ് അവൾക്ക് കിട്ടിയാൽ എന്താ കുഴപ്പം? ആ നെഗറ്റീവിൽ നിന്ന് അവൾക്ക് പ്രിന്റ് എടുക്കാൻ സാധിച്ചില്ലല്ലോ. അതെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്തിനാണ് അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ ടെൻഷൻ ആവുന്നത്? അപ്പോൾ പ്രഭാവതി പറയും, ആ നെഗറ്റീവ് കിട്ടിയിരിക്കുന്നത് പാർവതിക്കാണ്. അവളത് കയ്യിൽ കിട്ടിയിട്ട് വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ നെഗറ്റീവ് കൊണ്ട് അവൾ എന്ത് ചെയ്യാനാണ്? അവളെ അങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല പ്രതാപ. അവൾ അത് വെച്ച് എന്തെങ്കിലും പണിയൊപ്പിക്കും. അവൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിരിക്കും. ആ നെഗറ്റീവിൽ എന്താണെന്ന് ഇപ്പം നമുക്കറിയില്ല. അതെൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് ആണെങ്കിൽ അതിൽ എന്നെ താലി കെട്ടുന്ന ശേഖരമേനോൻ ഉണ്ടാവില്ലേ? നെഗറ്റീവിൽ നിന്ന് പ്രിൻ്റ് എടുത്താൽ എന്നെ വിവാഹം കഴിച്ചത് ശേഖരമേനോനാണ് എന്ന് അവൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ആ ഫോട്ടോ അവനിവിടെയുള്ളവരെ കാണിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? അതുകൊണ്ട് ആ നെഗറ്റീവ് പാർവതി ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ എത്തിയിരിക്കണം. അവൾ അത് വിശാലിന്റെ മുറിയിൽ രഹസ്യമായി സൂക്ഷിക്കാനാണ് സാധ്യത. നീ അത് കണ്ടുപിടിക്കണം, എന്നിട്ട് അത് പൊക്കണം. വൈകിയാൽ നമുക്ക് അത് ആപത്താണ്. അതുകൊണ്ട് ഇപ്പൊ തന്നെ നീ അത് എടുക്കണം. അപ്പൊ പ്രതാപം പറയും, ഇപ്പൊ തന്നെ ഞാൻ അത് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി പ്രയാസമാണ്. മിക്കവാറും വിശാലും പാർവതിയും ആ മുറിയിൽ കാണും. അവരവിടുന്ന് മാറിയാലല്ലേ അത് എടുക്കാൻ പറ്റൂ. ഇനിയിപ്പോ അവരവിടുന്ന് മാറിയാലും അത്ര പെട്ടെന്നൊന്നും അത് അവിടുന്ന് എടുക്കാൻ പറ്റില്ല. അതിനെ ഒത്തിരി നേരം തിരയേണ്ടി വരും. സമയമെടുക്കും ചേച്ചി. അപ്പോൾ പ്രഭാവതി പറയും, അവരെ അവിടെ നിന്ന് മാറ്റാനൊരു വഴിയുണ്ട്. എന്നിട്ട് ആ വഴി പ്രഭാവതി പ്രതാപന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ട് കഴിയുമ്പോൾ പ്രതാപം പറയും, അവരെ രണ്ടുപേരെയും അവിടുന്ന് ഒഴിവാക്കിയാൽ നെഗറ്റീവ് ഏത് പാതാളത്തിലാണെങ്കിലും ഞാൻ അത് എടുത്തു കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് പ്രതാപൻ അവിടുന്ന് പോവുകയാണ്. അതേസമയം പാർവതി വിചാരിക്കും, ആ നെഗറ്റീവിൽ എന്താണെന്ന് എങ്ങനെ അറിയും ദൈവമേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ ആലോചിച്ച് നടക്കുമ്പോഴാണ് വിശാൽ അവിടേക്ക് വരുന്നത്. എന്നിട്ട് പാർവതിയോട് പറയും, നമുക്കൊരു സിനിമ കാണാം. അപ്പോൾ പാർവതി ചോദിക്കും, തിയേറ്ററിൽ പോയാണോ നമ്മൾ സിനിമ കാണുന്നത്? എനിക്കതിനുള്ള നേരമൊന്നുമില്ല വിശാൽ സാറേ, ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ വിശാൽ പറയും, അതിനെ തിയേറ്ററിൽ പോകണ്ട, ഇവിടെ എൻ്റെ ലാപ്ടോപ്പിൽ കാണാം. അപ്പോൾ പാർവതി ചോദിക്കും, എന്ത് സിനിമയാണ് സാർ നമ്മൾ കാണാൻ പോകുന്നത്? അപ്പോൾ വിശാൽ പറയും, ഇത് അത്ര വലിയ സിനിമയൊന്നുമല്ല, ഇതേ എൻ്റെ ഫ്രണ്ട് ഇതൊരു ഷോർട്ട് ഫിലിമാണ്, അധികം സമയമൊന്നും വേണ്ട. എന്നിട്ട് ലാപ്ടോപ്പിൽ സിനിമ വയ്ക്കുകയാണ്. എന്നിട്ട് പറയും, ഇത് ഉപേക്ഷിക്കപ്പെട്ട ഒരു ബയോസ്കോപ്പിന്റെ കാഴ്ചയിലൂടെ ഇന്നത്തെ സിനിമയെക്കുറിച്ച് പറയുന്നൊരു കഥയാണ്. എന്താ സാറേ ഈ ബയോസ്കോപ്പ്? അത് പണ്ട് കാലത്ത് സിനിമ പ്രദർശിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു പ്രൊജക്ടറാണ്.
ഇതിലൂടെ ഫിലിം കടന്നു പോകുമ്പോൾ ഇതിന്റെ പ്രകാശത്തിന്റെ സഹായത്തോടെയാണ് സിനിമ തിരശ്ശീലയിൽ തെളിയുന്നത്. അത് കേൾക്കുമ്പോൾ പാർവതി മനസ്സിൽ പറയും, ഓ അങ്ങനെയെങ്കിൽ നെഗറ്റീവിലൂടെ പ്രകാശം കടത്തിവിട്ടാൽ ആ നെഗറ്റീവിലുള്ളത് വ്യക്തമായിട്ട് കാണാൻ പറ്റുമല്ലോ. എന്നിട്ട് ഇപ്പോൾ വരാൻ സാറേ എന്ന് പറഞ്ഞിട്ട് പാർവതി അവിടുന്ന് പോവുകയാണ്. അതേസമയം പ്രതാപൻ സ്റ്റെപ്പിൽ കുറച്ച് എണ്ണ ഒഴിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയും, ഇന്ന് എൻ്റെ പ്ലാൻ വിജയിക്കും എന്ന് പറഞ്ഞിട്ട് പ്രതാപൻ അവിടുന്ന് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് സ്റ്റെപ്പിൽ ഇറങ്ങി വരുന്ന പ്രഭാവതി ആ എണ്ണയിൽ ചവിട്ടി വീഴുന്നതാണ്. ശബ്ദം കേട്ട് അവിടേക്ക് വന്ന വിശാലും ജാസ്മിനും ഗാർഗിയും കൂടെ പ്രഭാവതിയെ പിടിച്ച് സോഫയിൽ ഇരുത്തുകയാണ് കേട്ടോ. എന്നിട്ട് വിശാൽ ചോദിക്കും, എന്ത് പറ്റിയമ്മേ? അപ്പോൾ പ്രഭാവതി പറയും, കാല് വഴുതി വീണതാ മോനെ, സ്റ്റെപ്പിൽ ആരോ എണ്ണ ഒഴിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗാർഗി ചോദിക്കും, ഇവിടെ ഇപ്പോൾ ആരാ സ്റ്റെപ്പിൽ എണ്ണ ഒഴിക്കാൻ? അപ്പോൾ വിശാൽ പറയും, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. വേണ്ട മോനെ, കുറച്ച് കഴിയുമ്പോഴേ അത് താനെ ശരിയായിക്കോളും. അതേസമയം പാർവതി മുറിയിൽ കയറി വാതിലും അടച്ച ഒരു ടോർച്ച് എടുത്ത് ആ നെഗറ്റീവിലേക്ക് അടിച്ചു നോക്കുകയാണ്. അപ്പോൾ പാർവതി അതിൽ കാണുന്നത് പ്രഭാവതിയുടെയും ശേഖറിൻ്റെയും വിവാഹ ഫോട്ടോയാണ് കേട്ടോ. ഇത് കണ്ട പാർവതി ഒന്ന് ഞെട്ടുകയാണ്. എന്നിട്ട് പറയും, അപ്പോൾ അദ്ദേഹം തന്നെയാണല്ലേ പ്രഭാവതി അമ്മയുടെ മുൻ ഭർത്താവ്? ഇത് തെളിവോടെ പറഞ്ഞാൽ വിശാൽ സാർ വിശ്വസിക്കുമോ? ഇദ്ദേഹം പ്രഭാവതി അമ്മയുടെ ആദ്യ ഭർത്താവാണെങ്കിൽ പിന്നെ എന്തിനാ ഇദ്ദേഹം പ്രഭാവതി അമ്മയെ കൊല്ലാൻ ശ്രമിക്കണം? എന്തായിരിക്കും ഇവർ തമ്മിലുള്ള ശത്രുത? എന്തായിരിക്കും അതിനുള്ള കാരണം എന്നൊക്കെ വിചാരിച്ച് താഴേക്ക് വരുമ്പോഴാണ് എല്ലാവരും കൂടെ പ്രഭാവതി അമ്മയുടെ ചുറ്റും നിന്ന് കാല് തടവുന്നത് കാണുന്നത്. അപ്പോൾ പാർവതി ഓടി അവരുടെ അടുത്തേക്ക് പോയിട്ട് ചോദിക്കും, എന്താ പറ്റിയത്? അപ്പോൾ വിശാൽ പറയും, അമ്മ പടിയിൽ നിന്ന് സ്ലിപ്പായി വീണു, അതിൻ്റെ വേദനയപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞിട്ട് അമ്മ സമ്മതിക്കുന്നില്ല. പാർവതിക്ക് മർമ്മ ചികിത്സയും നാട്ടു ചികിത്സയൊക്കെ അറിയുന്നതല്ലേ, താൻ അമ്മയുടെ കാലിൽ നിന്ന് നോക്കിയിട്ട് നന്നായി ഒന്ന് തിരുമ്മി കൊടുക്കുക. അപ്പോൾ പാർവതി ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രഭാവതിയുടെ കാല് പിടിച്ച് നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയും, ഇതേ വെറുതെ ഒന്നും ഒഴിഞ്ഞാൽ പോരാ, നല്ല തൈലിട്ട് തിരുമണം, ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാം. അപ്പോൾ പ്രതാപൻ പറയും, പാർവതി അവിടെ ഇരുന്നോ, ഞാൻ പോയിട്ട് തൈലെടുത്തിട്ട് വരാം. എന്നിട്ട് നേരെ വിശാലിൻ്റെ മുറിയിലേക്ക് പോവാണ് കേട്ടോ. എന്നിട്ട് ഡോറടച്ച് കുറ്റിയിട്ടിട്ട് ആ നെഗറ്റീവ് എവിടെയാണെന്നൊക്കെ തപ്പുകയാണ്. അങ്ങനെ അവസാനം ഷെൽഫിനകത്ത് നിന്ന് ആ നെഗറ്റീവ് പ്രതാപന് കിട്ടുകയാണ്. നെഗറ്റീവ് പിടിച്ചു നിൽക്കുന്ന പ്രതാപനെ കാണിച്ചുകൊണ്ടാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.